യെസ്, അഹമ്മദ് മുജ്തബയിലേക്ക് വീണ്ടും പോകുന്നു. മുജ്തബ, ഇവിടെ പ്രോസിക്യൂഷന്റെ വീഴ്ച വലിയ വിമർശന വിധേയമാകുന്നുണ്ട്. ഒരു വശത്ത് പ്രത്യേകിച്ചും 8ാം പ്രതി ദിലീപിനെതിരെ കാര്യമായി തെളിവുകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ദിലീപിനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ പ്രോസിക്യൂഷന്റെ വീഴ്ച പ്രതിപക്ഷമടക്കം ഉയർത്തുന്നുണ്ട് ഒരു വശത്ത്. അപ്പോൾ ഇനിയിപ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ശിക്ഷയുടെ കാര്യത്തിൽ സ്ട്രോങ് ആയ എവിഡൻസസ്, തെളിവുകൾ നിരത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നീ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ സ്ട്രോങ് ആയ എവിഡൻസസ് ഹാജരാക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര കൂടിയ ശിക്ഷയിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്? നിലവിൽ ഇപ്പം മിനി സംസാരിച്ചത് തന്നെ അതാണ് നമ്മൾ നേരത്തെയും സംസാരിച്ചു കൊണ്ടിരുന്നത്. പ്രതികളുടെ ഈ പശ്ചാത്തലം, പ്രത്യേകിച്ച് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 ആളുകളാണ്. അത് തൃശ്ശൂരിൽ നിന്ന് നടി യാത്ര ചെയ്യുന്ന വഴിക്ക് വെച്ച് അങ്കമാലി പരിസരത്ത് വെച്ച് ഈ വാഹനത്തിൽ ഇടിച്ചു നിർത്തുകയും പിന്നീട് ആ വാഹനം ഇങ്ങനെ ചേസ് ചെയ്ത് ആളുകൾ മാറിക്കയറുകയും വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിലേക്ക് ആളുകൾ മാറുകയും നടിയെ തടഞ്ഞു വെക്കാൻ അപ്പുറം വരിക, അങ്ങനെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർ അവരാണിപ്പോൾ ഈ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അവർക്കുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷൻ്റെ തെളിവുകൾ, അതോടൊപ്പം തന്നെ വാദങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നേരത്തെ മറ്റു 4 പേരെ വെറുതെ വിട്ടെങ്കിൽ പോലും ഈ ആളുകളെ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. അത് വലിയ വിമർശനത്തിന്, സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള വ്യാപകമായ വിമർശനത്തിന് ഇടയാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു 8 മുതൽ 12 വരെ ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് ഇതിനകം കഴിഞ്ഞുപോയി. ഈ 4 ദിവസവും നടി ആക്രമിക്കപ്പെട്ടു. ഇന്നും എറണാകുളത്ത് അവൾക്കൊപ്പം എന്ന് പറയുന്ന അതിജീവിതയ്ക്ക് സപ്പോർട്ട് ചെയ്തൊരു ഇന്ന് 11 മണിക്ക് ഇവിടെ താലൂക്ക് ഓഫീസിന് മുന്നിൽ അത്തരമൊരു ക്യാമ്പ് ഉണ്ട്. ആ രൂപത്തിൽ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണെന്ന് സർക്കാരും ഒരു തലത്തിൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധ കോണുകളിൽ നിന്ന് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്താകെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അതിജീവിതയ്ക്ക് നീതി ലഭ്യമായിട്ടില്ല. ഇപ്പോഴും ഈ കോടതി വിധിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു ഊമക്കത്ത് അഭിഭാഷക അസോസിയേഷൻ്റെ പ്രസിഡന്റിന് ലഭിച്ചു. 2-ാം തീയതി ഡേറ്റ് വെച്ച പേരില്ലാത്ത ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്ന ഒരു കത്താണ്. ആ കത്തിലും പറയുന്നത് ഇന്ന ആളുകളെ, ദിലീപിനെ ഉൾപ്പെടെയുള്ള ആളുകളെ വെറുതെ വിടും, 1 മുതൽ 6 വരെയുള്ള പ്രതികളെ മാത്രം ശിക്ഷിക്കും. അങ്ങനെയാണ് 8ാം തീയതിയിലെ ഈ വിധി വരാൻ പോകുന്നത് എന്ന് പ്രവചിച്ചുകൊണ്ട് 2-ാം തീയതിയിൽ ആ കത്തിൻ്റെ ആധികാരികത നമുക്കറിയില്ല. അത് കത്ത് സംബന്ധിച്ചും അതിലെ വിഷയങ്ങളെ സംബന്ധിച്ചും ഒരു ഡീൽ നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു വിജിലൻസ് അന്വേഷണം, ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർ ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഈ കത്ത് ലഭിച്ച അഭിഭാഷക അസോസിയേഷൻ്റെ അധ്യക്ഷൻ തന്നെ അത് ചീഫ് ജസ്റ്റിസിന് ഉൾപ്പെടെ കൈമാറുന്ന ഒരു സാഹചര്യമുണ്ട്. കുറെ കൂടി ഡെവലപ്മെൻറ്റ് ആ കേസിൽ ഇന്ന് വരാനുമുണ്ട്. നമുക്കത് ലെറ്റർ സ്റ്റേജിൽ പ്രേക്ഷകർക്ക് നൽകാം. പക്ഷെ അതെല്ലാം ഞാൻ പറയുന്നത്, അത്രയധികം വിമർശനങ്ങൾ വന്ന, ഇതിനകത്ത് ചില സംശയങ്ങളുള്ള, പ്രഥമദൃഷ്ട്യാ ചില മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്ന് പൊതുസമൂഹവും അതോടൊപ്പം തന്നെ നിയമവിദഗ്ധരും സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ ആളുകളും ഒക്കെ വിമർശിക്കുന്ന ഒരു വിധി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട 6 ആളുകൾക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭ്യമാക്കും ജഡ്ജി. തീർച്ചയായും മുസ്തഫ സൂചിപ്പിച്ചത് പ്രധാനമാണ്. ദിലീപിനെ 8ാം പ്രതി അടക്കം വിട്ടയച്ചതിൽ അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കിയതിൽ കാര്യമായ പഴിയും വിമർശനവും നിലവിൽ പ്രോസിക്യൂഷൻ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഗുരുതര അല്ലെങ്കിൽ കടുത്ത ശിക്ഷ ലഭിച്ചില്ല, ചെറിയ ശിക്ഷയേ ഉള്ളുവെങ്കിൽ നിശ്ചയമായും പ്രോസിക്യൂഷൻ വീണ്ടും പഴിയും വിമർശനവും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം 11 മണിക്ക് കോടതിയിൽ വിധി പ്രസ്താവത്തിലേക്ക് കടക്കുമ്പോൾ പ്രോസിക്യൂഷന് അങ്ങേയറ്റം നിർണായകമാണ്.